എല്ലാ കുട്ടികളും എക്സാമിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിക്കണം. സംഭവം എക്സാമിന് നല്ലപോലെ എഴുതാൻ വേണ്ടിയിട്ടൊന്നുമല്ല പ്രാർത്ഥിക്കുന്നേ. മാത്യു പെട്ടെന്ന് ഹാളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ സ്കൂളിലെ ഇത്രയും വിദഗ്ധനായി തുണ്ടിവെക്കുന്ന ആൾ വേറെ ഇല്ല. അതുകൊണ്ട് മൊത്തം ക്ലാസ്സും അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവൻ ക്ലാസ്സിൽ എത്തിയതും പരിപാടി തുടങ്ങുന്നു. ആദ്യമേ കയറി വന്ന ഉടനെ ഒരു പയ്യനെ സ്കെയിൽ എടുത്തു കൊടുത്തു. അടുത്ത പെണ്ണിന് ജോമെട്രി ബോക്സും കൊടുക്കുന്നു. അങ്ങനെ റബ്ബർ, പെൻസിൽ, ഇന്ന് കണ്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് സീറ്റിൽ പോയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എക്സാം സ്റ്റാർട്ട് ആവുകയാണ്. നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ മെഹന്തി ഫോർമുല എഴുതി വെച്ചിരിക്കുന്നു. അടുത്തത് അവൾക്ക് കൊടുത്ത ജോമെട്രി തുറന്നതും ഈശോയുടെ ഫോട്ടോയുടെ പിറകിൽ തുണ്ടുകളുടെ കമനീയ ശേഖരണങ്ങൾ കാണാം. അതുപോലെ ആദ്യം കൊടുത്ത സ്കെയിലിൽ നോക്കിയാൽ അതിലും ആൻസർ വെച്ചിരിക്കുന്നു. അതിന്റെ കവറിനുള്ളിൽ ഒരു മീറ്റർ പേപ്പർ അറ്റാച്ച് ചെയ്ത് തുണ്ടി വെച്ചേക്കുകയാണ്. അങ്ങനെ പെൻസിൽ മുതൽ കട്ടർ വരെ ഓരോ സാധനത്തിലും തുണ്ടി വെച്ചിരിക്കുന്നു. ആ സമയത്ത് ടീച്ചർ ഒരു പയ്യന് എക്സ്ട്രാ പേപ്പർ കൊടുക്കാൻ വന്നതും അറിയാതെ മാത്യുവിന്റെ വാട്ടർ ബോട്ടിൽ താഴെ വീഴുന്നു. അപ്പോൾ ബോട്ടിലിന്റെ ലിഡ് തുറന്നു തെറിച്ച് പോയിട്ട് കുപ്പി തറയിൽ വീഴാണ്. പക്ഷേ കുപ്പിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോയില്ല. ഇത് കണ്ട് ഡൗട്ടട്ട ടീച്ചർ ബോട്ടിൽ എടുത്തു നോക്കിയതും ബോട്ടിൽ സെക്യൂർ ആക്കി സീലാക്കി വെച്ചിട്ട് ലിഡിൻ തുണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സെക്കൻഡിൽ അവനെ പ്രിൻസിപ്പൽ റൂമിലേക്ക് കൊണ്ടു ചെല്ലുന്നു. ഉടനെ പ്രിൻസിപ്പൽ അവന്റെ അച്ഛനെ സ്കൂളിലേക്ക് വിളിച്ചത് തൊണ്ട് എഴുതി വെച്ചതൊക്കെ കാണിച്ചു കൊടുത്തു വഴക്കു പറയുകയാണ്. അച്ഛൻ അവൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലേ ടീച്ചറോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് നോക്കിയാൽ അവന്റെ അച്ഛൻ പോലീസ് എക്സാമിന് തോണ്ടി വെച്ച് പിടിച്ചു എന്ന് ടിവിയിൽ ന്യൂസ് വന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തോണ്ടി വെച്ചിട്ടുണ്ടോ?